തമിഴ്നാട് നിയമസഭയിൽ 2 തവണ ദേശീയഗാനം പാടിയതിൽ സന്തോഷം പങ്കുവച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നയപ്രഖ്യാപനത്തിന് മുൻപായി തമിഴ് തായ്വാഴ്ത്തും ദേശീയഗാനവും പാടി. വീണ്ടും ദേശീയഗാനം പാടിയാണ് സെഷൻ അവസാനിപ്പിച്ചത്. ജനാധിപത്യത്തിന്റെ പവിത്രത കാത്തുസൂക്ഷിക്കുന്ന TVK നിലപാട് എന്നാണ് ലോക് ഭവന്റെ പ്രശംസ. മനീഷ് മൂർത്തി വിവരങ്ങളുമായി. മനീഷ്, വിശദാംശങ്ങൾ. അനുജ, തുടക്കത്തിൽ തമിഴ് തായ്വാഴ്ത്തും അതുപോലെ തന്നെ അവസാനത്തിൽ ദേശീയഗാനവും പാടുക, ഇതായിരുന്നു തമിഴ്നാട് സർക്കാരുകളെല്ലാം തുടർന്നു വന്ന, പ്രത്യേകിച്ചും DMK സർക്കാർ തുടർന്നു വന്ന ഒരു ശീലമെന്ന് പറയുന്നത്. ഇതിന്റെ പേരിൽ മുൻ ഗവർണർമാരുമൊക്കെയായി വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് സെഷൻ ആരംഭിക്കുമ്പോൾ ആദ്യം ദേശീയഗാനം പാടണം എന്നുള്ളൊരു കാര്യമൊക്കെ വളരെ ഇറങ്ങിയ ഗവർണറും അതുപോലെ തന്നെ സർക്കാരും തമ്മിലുള്ള തർക്കങ്ങൾക്ക് എപ്പോഴും കാരണമായിരുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ സംഭവിച്ചത്, ഇന്ന് ആദ്യം തമിഴ് തായ്വാഴ്ത്ത്, അതിനുശേഷം തുടക്കത്തിൽ തന്നെ ദേശീയഗാനവും പാടുന്ന ഒരു നിലയായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്കായിരുന്നു TVK എത്തിയത്. എന്തായാലും അത് നടന്നു. അതിനുശേഷം സെഷൻ അവസാനിക്കുമ്പോഴും ഈ പറഞ്ഞ ദേശീയഗാനം പാടിയാണ് സെഷൻ അവസാനിക്കുന്നത്. അപ്പോൾ ഇത് വലിയ ചരിത്രപരമായൊരു മാറ്റമാണ് ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സഭയിൽ തുടങ്ങിയ നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി 2 തവണ ദേശീയഗാനം പാടിയിരിക്കുന്നു. ഇത് ഗവർണറും അല്ലെങ്കിൽ ലോക് ഭവനും സർക്കാരും തമ്മിലുള്ള ഒരു ഊഷ്മളമായ ബന്ധം മുൻപോട്ട് കൊണ്ടുപോകാനുള്ള സഹായകരമാകുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. തുടങ്ങിയ കാര്യങ്ങളാണ് എന്തായാലും ലോക് ഭവനിൽ നിന്ന് പറയുന്നത്. ലോക് ഭവൻ്റേതായി പുറത്തു വന്നിട്ടുള്ള എക്സ്പോസിലാണ് ഇക്കാര്യം പറയുന്നത്. വളരെ നേരത്തെ മുതൽ തന്നെ പ്രതിപക്ഷമൊക്കെ സർക്കാർ കേന്ദ്രത്തിന് വഴങ്ങിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കം അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെ ചെയ്യുന്നത് തുടങ്ങിയ ആരോപണങ്ങളെല്ലാം തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് നേരത്തെ വന്നതാണ്. എന്തായാലും ഇപ്പോൾ ഉണ്ടായ മാറ്റം, അല്ലെങ്കിൽ 2 തവണ ദേശീയഗാനം പാടിയത്, സഭയിൽ പാടിയത്, അതൊരു വലിയ കാര്യമാണ്, അല്ലെങ്കിൽ അത് വലിയ സന്തോഷം ഉള്ള കാര്യമാണെന്നാണ് ഗവർണർ പറയുന്നത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.